മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ OTT വന്നിട്ടുണ്ട്. മീശ, ഹക്കിം ഷാജഹാൻ, ഷൈൻ ടോം ചാക്കോ, കതിർ, നെൽക്കതിർ പൊൻകതിർ അല്ല, തമിഴ് ആക്ടർ കതിർ. ഇത്ര കിടു കാസ്റ്റ് ഉള്ള എന്ന എവിടെ എത്താത്ത ഒരു പടമാണ് മീശ. ആമസോൺ പ്രൈം, സൺനെക്സ്റ്റ്, ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. സോ മീശ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആണത്തത്തിന്റെ പ്രതീകമാണ് മീശ. അത് തന്നെയാണ് ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൽ ഫ്രണ്ട്ഷിപ്പ്, മെയിൽ ഈഗോ ക്ലാഷ്, അതേപോലെ തന്നെ മെയിൽ ഫ്രണ്ട്ഷിപ്പുള്ള ഗ്രേ ഷെയ്ഡ്, പൊളിറ്റിക്സ്, ജാതി വിവേചനം, മിത്തോളജിക്കൽ എലമെന്റ്സ്, ഒരു ലോഡ് സാധനങ്ങളുള്ള അവിയല് പറയാം. പക്ഷെ അവിയൽ ഉണ്ടാക്കാൻ വെക്കുമ്പോൾ ഗ്യാസ് ഓൺ ആക്കാൻ മറന്നു. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സീരിയസ് നോട്ടിലാണ് തുടങ്ങുന്നത്. അതോ ആരൊക്കെ കൊല്ലാൻ പോണു, ഒരിക്കലും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഇപ്പൊ ശത്രുക്കളായിട്ട് പരസ്പരം കൊല്ലാൻ പോണു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. ആ സമയത്ത് തന്നെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. കാരണം കതിറിന് മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത് സഞ്ജു ശിവറാമ. അൺഅക്സെപ്റ്റബിൾ. കതിറിന് ഇത്രയും കിടില ഒരു ബാസ് വോയിസ് ഉള്ള സമയത്ത് സഞ്ജു ശിവറാമിന്റെ വോയിസ് വരുമ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് മലയാളം തമിഴ് ഓഡിയോ അങ്ങോട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് കളിക്കുകയായിരുന്നു. ആ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ഒരു വോയിസ് തന്നെ. നമുക്ക് സിനിമ കാണാനുള്ള സകല മൂഡും അവിടുന്ന് പോയി. സ്റ്റിൽ ഞാൻ ഇരുന്ന് കണ്ടു. ഷൈൻ ടോം ചാക്കോ ഉണ്ട് ഇതില്. ഷൈൻ ടോം ചാക്കോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ മുമ്പ് ഡബ് ചെയ്താണെന്നും ഒരു വസ്തു മനസ്സിലായിട്ടില്ല. അഗെയിൻ സബ് ടൈറ്റിലിന്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും പറയുന്നത് മനസ്സിലായത്. നമ്മൾ ഒരു ലോഡ് കാര്യങ്ങൾ പറയണ്ടേ, ഇടയ്ക്ക് കമ്മട്ടിപ്പാടം പോലെയൊക്കെ എടുത്തു വെക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എവിടെ എത്താത്തൊരു സിനിമയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഞാൻ